الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم إنك لا تهدي من أحببت ولكن الله يهدي من يشاء وهو أعلم بالمهتدين وقالوا إن نتبع الهدى معك نتخطف من أرضنا أولم نمكن لهم حرما آمنا يجبى إليه ثمرات كل شيء رزقا من لدنا ولكن أكثرهم لا يعلمون صدق الله أيها الناس اتقوا الله അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി പാലിക്കുവാനും പുലർത്തുവാനും പ്രതിജ്ഞാബദ്ധരായി വർത്തിക്കണമെന്ന് അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. തഖ്വയുടെ വഴിയിലൂടെ വളരെ ജാഗ്രതയോടുകൂടി സഞ്ചരിച്ച് വിജയം വരിക്കുവാനുള്ള ആന്തരികവും ബാഹ്യവുമായ കരുത്തും തൗഫീഖും പ്രദാനം ചെയ്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്കൊക്കെ പൊതുവെയുള്ളൊരു പ്രവണത, കാര്യം വളരെ ലളിതമാണ്, ലളിതമായതൊന്നും സത്യമാവണമെന്നില്ല എന്ന് തന്നെയുമല്ല, ലാളിത്യം എന്നത് തന്നെ ഒരു വളരെ അതോറിറ്റേറിയൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പവറിൻ്റെ ഒരു ഫേക്ക്, ഈ ലാംഗ്വേജിനെ സംബന്ധിച്ചുള്ള പഠനത്തിലൊക്കെ അങ്ങനെ പറയാറുണ്ട്. ലളിത ഭാഷ ജനകീയ ഭാഷയാണെന്ന് പറയും. ജനകീയം എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഒരു തട്ടിപ്പാണ്. കാരണം പുതിയ കാലത്ത് ഈ പോപ്പുലിസം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, പോപ്പുലിസം എന്ന് പറയുന്ന ആശയത്തെ ബേസ് ചെയ്തുകൊണ്ട് ഭരിക്കുന്ന, വെറുതെ ഗൂഗിൾ എടുത്ത് നോക്കിയാൽ മതി, പോപ്പുലിസ്റ്റ് സ്വഭാവത്തിൽ നിലകൊള്ളുന്ന ഭരണാധികാരികളുടെ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ തന്നെ സ്വാഭാവികമായിട്ടും ഈ ജനകീയം എന്നതിന്റെ തട്ടിപ്പ് നമുക്ക് ബോധ്യപ്പെടും. ജനകീയവും ജനായത്വവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ഒരർത്ഥത്തിൽ ജനകീയം നല്ല വാക്കാണ്, പക്ഷെ നമ്മളതിനെ തെറ്റായിട്ട് ഈ ജനപ്രിയം എന്ന് പറയുന്നിടത്താണ് ഇത് ഉപയോഗിക്കുക. അത് പവറിന്റെ മാത്രമല്ല, മാർക്കറ്റിന്റെയും ഒരു വലിയ തട്ടിപ്പാണ്. വളരെ വർണ്ണശബളമായിട്ടുള്ള രൂപങ്ങളിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിക്കുന്ന ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, നിങ്ങളെ കൺസ്യൂമറിസത്തിലേക്ക് വഴിതെറ്റിക്കുന്ന വഴികേടാണ്, ദലാലത്താണ്. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ചില സംഗതികൾ കേവലം മതപരമായിട്ടുള്ള ഉദ്ബോധനങ്ങളല്ല വിശുദ്ധ ഖുർആനിലുള്ളത്. അത് അടിക്കടി ആവർത്തിക്കുന്നതാണ്, പക്ഷെ ആവർത്തിക്കേണ്ടതാണ്. ജീവിതത്തിലെ സൂക്ഷ്മതയും ജീവിതത്തിലെ ഉറച്ച നിലപാടുകളും
ജീവിതത്തിൽ പരിവർത്തനം വരുത്താനുള്ള സന്നദ്ധതയുമാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ന് കാണണം. അപ്പൊ സ്വാഭാവികമായിട്ടും കൺസ്യൂമറിസത്തിലേക്ക് വഴിതെറ്റിക്കുകയാണ്. ശരിക്കും ദലാലത്താണ്. അങ്ങനെ തന്നെയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷ വെച്ചുകൊണ്ട് തന്നെയാണ് പറയേണ്ടത്. അതുപോലെ സിനിമയിലെ ജനപ്രിയത, കലയിലെ ജനപ്രിയത, ആവശ്യമില്ലാത്തതും മോശമായതുമായിട്ടുള്ള ട്രെൻഡുകൾ നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ട് നമ്മളെ വെറും കാഴ്ചക്കാരാക്കി മാറ്റുക. ചിന്തിക്കാൻ അനുവദിക്കില്ല. ചിന്തിക്കുന്ന സിനിമകൾ കാണുകയും ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന നോവലുകൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും? അതുണ്ടാവില്ല. അത് എളുപ്പമല്ല എന്നാണ് നമ്മൾ പറയുന്ന ന്യായം. ഈ എളുപ്പം എന്ന് പറഞ്ഞാൽ ഭാഷയെക്കുറിച്ച് നമ്മുടെ വിഷയം മാറിപ്പോകും. സ്റ്റാലിനിസ്റ്റ് ഭാഷയെക്കുറിച്ച്, അതുപോലെ നാത്സി ഭാഷയെക്കുറിച്ചൊക്കെ ഉള്ള പഠനങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ന്യൂ സ്പീക്ക് എന്ന് പറയുന്ന ഒരു ആശയം ജോർജ് ഓർവെൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വളരെ ലളിതമാണ്. അതിൻ്റെ ഇടയിലുള്ള പ്രിപ്പോസിഷൻസ്, മുന്നിൽ വരുന്ന പ്രിഫിക്സ്, കൺജങ്ഷൻസ് മുതലായിട്ടുള്ള സംഗതികളൊക്കെ എടുത്ത് കളി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ല, ബ്ലാക്ക് വൈറ്റേ ഉള്ളൂ. ബ്ലാക്ക് വൈറ്റ്. അപ്പൊ എന്ത് സംഗതി എന്താണെന്ന് വെച്ചാൽ പറയാ, മനസ്സിലാക്കുക. അതിനപ്പുറം വ്യാഖ്യാന സാധ്യതകൾ ഉണ്ടാവരുത്. വ്യാഖ്യാന സാധ്യതകളില്ലാതെ വളരെ എളുപ്പം മനസ്സിലാക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു തട്ടിപ്പാണ്, അതൊരു കുടുക്കാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പടച്ചോൻ നമുക്ക് ബുദ്ധിയും വിവേകവും തന്നിട്ടുള്ളത് ചിന്തിക്കാനും വ്യാഖ്യാനിക്കാനും തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരാൾ ഇവിടുന്ന് പറയുക, മറ്റുള്ളവരെല്ലാം കേട്ട് വിഴുങ്ങിയിട്ട് പോവുക, അങ്ങനെ ഒരു നിലപാട് ഖുതുബയിൽ പോലും ഇല്ല. അങ്ങനെ തന്നെ തിരിച്ചറിയണം. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പക്ഷേ എളുപ്പം കാര്യങ്ങളെ പെട്ടെന്ന് ബ്ലാക്ക് വൈറ്റ് ഇങ്ങനെ അങ്ങോട്ട് വേർതിരിക്കുന്നതാണ്. ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാതെ വേറൊന്നും നമുക്കറിയില്ല. അല്ലെങ്കിൽ ബ്ലാക്ക് വൈറ്റ്, ഓർവെലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബ്ലാക്ക് വൈറ്റ്, അതേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരു വലിയ ഗ്രേ ഏരിയ ഉണ്ട്. ഇതുപോലെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. വിശുദ്ധ ഖുർആൻ ജീവിതം പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ഈ മധ്യമം എന്ന് പറയുന്ന ഒരു ആശയത്തിന്, മീൻ എന്ന് പറയുന്ന ഒരു ആശയത്തിന് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഉമ്മത്തൻ വസത്ത, നിങ്ങളെ ഇപ്രകാരം മധ്യമ നിലപാടുള്ള ഒരു സമൂഹമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നമ്മളിപ്പോൾ പറയുന്ന ഖുതുബകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ കച്ചവടം അത് വളരെ മോശമാണ് എന്ന നിഗമനത്തിലെത്താൻ പാടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കച്ചവടക്കാരൻ അവന് അമാനത്തുണ്ടെങ്കിൽ, അവനിൽ സത്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ പ്രവാചകന്മാരുടെ കൂടെയാണ്, അതുപോലെ ശുഹദാക്കളുടെ കൂടെയാണ്, സാലിഹീങ്ങളുടെ കൂടെയാണ്, സിദ്ദീഖീങ്ങളുടെ കൂടെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും, മാത്രമല്ല പടച്ചതമ്പുരാൻ പലിശയെ നിരാകരിക്കുകയും കച്ചവടത്തെ ഹലാലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ പലിശ എന്ന് പറഞ്ഞാൽ കച്ചവടം തന്നെയാണ്, റിബ എന്ന് പറഞ്ഞാൽ കച്ചവടം തന്നെയാണ്. കച്ചവടം ലാഭം ഉണ്ടാക്കാനാണ്. പൈസ ഇട്ടിട്ട് ലാഭം ഉണ്ടാക്കുന്ന പരിപാടിയാണ് കച്ചവടം. അതേസമയം പൈസ ഇട്ടിട്ട് കച്ചവടം ലാഭം ഉണ്ടാക്കുന്ന പരിപാടി തന്നെയാണ് റിബയും. പിന്നെ തമ്മിലെന്താ വ്യത്യാസം? ചിലർ പറയാറുണ്ട്, ഞങ്ങളടുത്ത് വാങ്ങുന്ന കാശ് കൊണ്ട് നിങ്ങൾ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കിയല്ലേ, അപ്പൊ അതിലൊരു ഭാഗം ഇങ്ങോട്ട് തന്നാൽ എന്താ? കച്ചവടമാകണമെങ്കിൽ ഒന്ന്, അതിലൊരു നന്മ ഉണ്ടാവണം. രണ്ടാമത്, അതെന്താണ് കച്ചവടം എന്ന് കച്ചവടം ചെയ്യുന്നവൻ അറിയണം. കച്ചവടക്കാരനും ഉപഭോക്താവും തമ്മിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അവർ തമ്മിൽ പൊരുത്തം ഉണ്ടാവണം. നമ്മൾ ചിലപ്പോൾ ഗതികേട് കൊണ്ടൊക്കെ സാധനം വാങ്ങിച്ചിട്ടോ, അല്ലെങ്കിൽ വാഹനത്തിൽ കയറിയ വാഹനത്തിന് ചാർജ് കൊടുക്കുമ്പോഴൊക്കെ ബഹളം വേണ്ടെന്ന് വിചാരിച്ചിട്ട് പലതിനും നമ്മൾ വഴങ്ങാറുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇത് സ്വീകരിക്കുന്ന കച്ചവടക്കാരൻ അല്ലെങ്കിൽ സ്വീകരിക്കുന്ന സേവനദാതാവ്, അയാൾ മനപ്പൊരുത്തത്തോടു കൂടി തന്നതാണോ എന്ന് ചിന്തിക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ അവര് തമ്മിലുള്ള പൊരുത്തം തിജാറത്തിന്റെ അടിസ്ഥാന നിയമമാണത്. അപ്പൊ അതുണ്ടാവണം. അതുപോലെ തന്നെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കച്ചവടത്തിൽ ലാഭവും നഷ്ടവും ഉണ്ടാവാം, പക്ഷേ പലിശ മുതലാളിക്ക് അത് ബാധകമല്ലല്ലോ. അയാൾക്ക് ലാഭം കിട്ടണം, ഇല്ലെങ്കിൽ അയാളത് മേടിക്കും. അങ്ങനെയല്ല കച്ചവടത്തിൽ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളത് നന്നാക്കാൻ വേണ്ടി പണിയെടുക്കണം. അള്ളാഹു തന്നിട്ടുള്ള മുതലിന്മേൽ നമ്മൾ വീണ്ടും പണിയെടുക്കും. ഇതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ കച്ചവടം മോശമാണ്,
എന്ന ഒരു കൺക്ലൂഷനിൽ ഒരാളും എത്താൻ പാടില്ല. അങ്ങനെ ഒരു മോശമില്ല. അതിനെ നന്നാക്കുക എന്നുള്ളതാണ്, അതിനെ പരിവർത്തിപ്പിക്കുക, അത് നമ്മുടെ ബാധ്യതയാണ്. എന്നാ പിന്നെ ഇതൊക്കെ പുലിവാലാണ്, അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചാലോ? വേണ്ടാന്ന് വെച്ചാൽ സൊസൈറ്റിക്ക് വലിയ നഷ്ടം ഉണ്ടാവും. അങ്ങനെ നഷ്ടം ഉണ്ടാകുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ, സമുദായത്തിൽ ആർക്കൊക്കെ കച്ചവടം ചെയ്യാനുള്ള ശേഷി പടച്ചോൻ തന്നിട്ടുണ്ടോ, അതിനുള്ള സമ്പത്ത് തന്നിട്ടുണ്ടോ, അവരൊക്കെ അള്ളാന്റെ മുമ്പിൽ കുറ്റക്കാരാകും. ഇതത്ര എളുപ്പത്തിൽ കഴിച്ചലാവാൻ പറ്റുന്ന ഒരു സംഗതിയൊന്നുമല്ല, ഒരു ഏർപ്പാടൊന്നുമല്ല അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുമ്പോൾ. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോഴതുകൊണ്ട് മധ്യമത്തെ കുറിച്ചാണ് പറഞ്ഞത്. സാമ്പത്തികമായ കാര്യങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. തബ്ദീറിനെ സംബന്ധിച്ച് പടച്ചോൻ പറയും. തബ്ദീർ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ കുറ്റങ്ങളെക്കാളും ഭീകരമായ കുറ്റമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നൽ മുബസ്സിരീന കാനു ഇഖ്വാന ശയാത്തീൻ. ഇഖ്വാനു ശയാത്തീൻ എന്ന് വേറെ ആരെ കുറിച്ചെങ്കിലും ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ചെകുത്താന്മാരുടെ സഹോദരങ്ങളാണ്. വേറെ ആരെ കുറിച്ചും പറഞ്ഞിട്ടില്ല. അപ്പൊ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഗുരുതരമായ വർത്തമാനമാണ് മുബസ്സിറുകൾ എന്ന് പറഞ്ഞാൽ ധൂർത്തന്മാർ എന്ന് പറയാം. ഈ ധൂർത്ത് കാണിക്കുന്നവര് ചെകുത്താന്മാരുടെ സഹോദരങ്ങളാണ്. വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ. ശൈത്താന്റെ ഡെഫിനിഷൻ എന്താണ്? സാത്താന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ലിറബ്ബിഹി കഫൂറ, തന്റെ റബ്ബിനെ, കഫൂറ എന്ന് പറയുമ്പോൾ നിഷേധിക്കുന്നവൻ എന്നാണ് അർത്ഥം. അതോടൊപ്പം തന്നെ നന്ദികേട് കാണിക്കുന്നവനെന്നും, നിഷേധിക്കുന്നവൻ തന്നെ എടുക്കുക. കാരണം അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവൻ ആരാണെന്നറിയോ? ആരാ ദീനിനെ കളവാക്കുന്നവൻ? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. അവൻ അനാഥനോട് വളരെ പരുഷമായി പെരുമാറുന്നവനും അഗതിയുടെ ആഹാരം കിട്ടാൻ യാതൊരു തരത്തിലുള്ള പ്രവൃത്തിയും ചെയ്യാത്തവനുമാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, എന്നിട്ടും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിസ്കാരം കൊണ്ട് നരകത്തിലാണവൻ. അത് പടച്ചോനെ കളിയാക്കലാണ്. അല്ലദീനഹും യുറാഊൻ, ആളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുകയാണ്. പക്ഷെ വയംനൗനൽ മാഊൻ, അവൻ ആളുകൾക്ക് ചെറിയ ചെറിയ ഉപകാരങ്ങൾ വരെ തടയും. പിന്നെ പടച്ചോൻ എന്തിനാ അവന്റെ നിസ്കാരം എന്നല്ലേ അള്ളാഹ് ചോദിക്കുന്നത്. അതുകൊണ്ട് മുബസ്സിറുകളെ സംബന്ധിച്ച് പറയും. എന്നാൽ ചെലവഴിക്കാതിരിക്കാം എന്നും പറയാൻ പറ്റില്ല. ചെലവഴിക്കണം, ചെലവഴിക്കാൻ വേണ്ടി കാശ് ഉണ്ടാക്കുകയും വേണം. ചെലവഴിക്കുന്നത് എങ്ങനെ? ചെലവഴിക്കൽ തന്നെ ഒരു പൊങ്ങച്ചമായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. യഖൂലു അഹ്ലത്തു മാലൽ ലുബദാ, ഞാൻ എത്രമാത്രം കാശ് ചെലവാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയോ? ചില ആളുകൾ അങ്ങനെ പറയുന്നതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്തിനാണ്? രമ്യഹർമ്മ്യങ്ങൾ കെട്ടിപ്പടുക്കാനും അതുപോലെ വിവാഹങ്ങൾ ആഘോഷം മാമാങ്കമാക്കി മാറ്റാനും അതുപോലെ കൊല്ലം കൊല്ലം ബർത്ത്ഡേ പാർട്ടി നടത്താനും ഒക്കെ വേണ്ടി ധാരാളം പണം പൊടിച്ചിട്ടുണ്ട്. ഈ സന്തോഷങ്ങൾ ഒന്നും പടച്ചോ നമുക്ക് വിലക്കിയിട്ടില്ലേ? ബർത്ത്ഡേ ഹലാലാണോ ഹറാമാണോ എന്നുള്ള ഫിഖ് വേറെ ചർച്ചയാണ്, അതിന് നമ്മളൊന്നും പറയുന്നില്ല. നമുക്കതിന് പ്രത്യേകിച്ച് വിരോധവുമില്ല. അതേസമയം അതിനുവേണ്ടി ചെലവഴിക്കുന്ന പണമുണ്ടല്ലോ, ഈ പണം നിങ്ങൾ ധാർമ്മികമായിട്ട്, എത്തിക്കലായിട്ട് ഏത് കണക്കിൽ കൊള്ളിക്കും? അപ്പോഴവിടെ മിതത്വം വളരെ കൃത്യമായിട്ട്, മിതത്വം. ലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുകക്, ഒരിക്കലും തന്നെ കൈ ഇങ്ങനെ ചുരുട്ടി വെക്കരുത്, ഈ തോളത്തേക്ക് ചുരുട്ടി വെക്കരുത്, ഒന്നും ചെലവാക്കാതെ പിടിച്ചു വെക്കരുത്. വലാ തബ്സുത്ഹ, എന്നാൽ അത് അങ്ങോട്ട് തുറന്നു വിടാനും പാടില്ല. ഉല്ലൽ ബസ്തി ഫതഖഉദ മലൂമം മഹ്സൂറ, ഈ ഇങ്ങനെ ആക്കുന്നവൻ, വല്ലാതെ തുറന്നു വിടുന്നവൻ പടച്ചവനോട് നന്ദികേട് കാണിക്കുന്നവനാണ് എന്നാണ് പറയുന്നത്. വേറെ സ്ഥലത്ത് പറയുന്ന കാന ബൈന ദാലിക ഖവാമ, രണ്ടിന്റെയും നടുവിലായിരിക്കും അവൻ എന്നാണ്. അപ്പൊ ചെലവഴിക്കുന്നതിലുള്ള സൂക്ഷ്മതയാണ് ചെലവഴിക്കാതിരിക്കലല്ല. എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളത് പ്രശ്നമാണ്. അപ്പൊ എന്തായിരുന്നാലും ഈ അർത്ഥത്തിൽ ജീവിതത്തെ സംബന്ധിച്ചുള്ള എല്ലാ നിലപാടുകളും മധ്യമമായിട്ട് നിലനിർത്താൻ നമുക്ക് സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ ഉത്ബോധനവും ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണവും എന്ന് തിരിച്ചറിയേണ്ടതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ കച്ചവടത്തെ സംബന്ധിച്ച്, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച്, നമ്മുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വെർദു എന്നൊരു കഥാപാത്രത്തെ സംബന്ധിച്ച് പറഞ്ഞു. മൊസ്യു വെർദുവിനെയും ഒരു പൂക്കാരിയെയും നമ്മൾ പരിചയപ്പെട്ടു. പൂക്കാരി പൂക്കച്ചവടക്കാരിയാണ്. അവളും ചെയ്യുന്ന കച്ചവടമാണ്, ചെറുതാണെന്നേ ഉള്ളൂ, വളരെ ചെറുതാണെങ്കിലും. പക്ഷെ അവളിലുള്ള ആ ഒരു എത്തിക്സ് ഉണ്ടല്ലോ, അതാണ് അതിൽ ഏറ്റവും പ്രധാനം. അതേസമയം മറ്റേ ആള് എത്തിക്സിൽ വിശ്വസിക്കുന്നില്ല. അയാൾ യഥാർത്ഥത്തിൽ ഒരു സിസ്റ്റമിക് മോറൽ നംനെസ് എന്ന് പറയാം. ഒരു സിസ്റ്റമിക് മോറൽ നംനെസ് എന്ന് പറഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ള ഈ നമ്പാവുക എന്ന് പറഞ്ഞാൽ തരിക്കുക, അതുപോലെ അനങ്ങാതായി പോവുക.
നമ്മൾ ഈ കൈയൊക്കെ ഒരേ പൊസിഷനിൽ കുറെ നേരം വെച്ച് കഴിഞ്ഞാൽ തരിക്കൊക്കെ ചെയ്യുമല്ലോ, ഇതിനൊക്കെ നമ്പ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ അർത്ഥത്തിലുള്ള ഒരു തരിപ്പ്, ചെയ്യാൻ പറ്റായിക, ഒന്നും പ്രവർത്തിക്കാൻ പറ്റായിക, പാസീവായി പോവുക. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റമിക് മോറൽ നംനെസ്, വെറുതുവിന്റെ ന്യായം അതാണല്ലോ. ഒരു ക്രൂവൽ വേൾഡ്, ലോകം വളരെ മോശമാണ്, ലോകം വളരെ വളരെ മോശമായ ലോകത്തിനെ ഞാൻ വിചാരിച്ചാൽ നന്നാക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ പോകാം. എന്നാൽ അത് അങ്ങനെയല്ല, ലോകത്തെ നിങ്ങൾ പ്രതീക്ഷയോടുകൂടി കാണണം എന്ന് പൂക്കാരി പറയുന്നു. ചാപ്ലിന് ദൈവത്തെ സംബന്ധിച്ച് വലിയ താല്പര്യമോ അല്ലെങ്കിൽ വർത്തമാനമോ അഭിപ്രായമോ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകം പടച്ചോൻ്റെതാണ്. പടച്ചോന്റെ ലോകം മോശമാവില്ലല്ലോ. പടച്ചോന്റെ ലോകം എങ്ങനെ മോശമാവുക? ലോകം വളരെ മോശമാണ്. കാലം മോശമാണെന്ന് പറയുമ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദാ അള്ളാഹു പറയുന്നേ, അല്ല എന്താണ് പറയുന്നത്? ആദമിന്റെ മക്കൾ കാലത്തെ പഴിക്കുന്നു, എന്നാൽ അറിയുക അനദ്ദഹ്, ഞാനാണ് കാലം. അതുകൊണ്ട് കാലം മോശമല്ല, കാലം നല്ലതാണ്. നല്ലതായിട്ട് അനുഭവിക്കാനും അനുഭവിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കുക എന്നത് നമ്മുടെ മേലുള്ള പരീക്ഷണം. ഇതുപോലെ ലോകം നല്ലതാണ്, അതിനെ നല്ലതായിട്ട് അറിയാനും നല്ലതാക്കി നിലനിർത്താനും അതിലെ നന്മകൾ വർദ്ധിപ്പിക്കാനും നല്ലതായിട്ട് മറ്റുള്ളവരെ അനുഭവിപ്പിക്കാനും പരിശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യത. ഈ സ്വഭാവത്തിലാണ് അള്ളാഹുവിനോട് നമുക്കുള്ള ബാധ്യതയെ സംബന്ധിച്ച് ആലോചിക്കേണ്ടത് എന്നാണ് പറയുന്നത്. നിലവിലുള്ള അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അധികാരത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ ഇതൊക്കെ വെറുതെ വരുന്നുണ്ട്. അധികാരത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ, കോളനികൾ, കച്ചവടം, ഇതൊക്കെ വെച്ചിട്ട് അയാൾ അവസാനം പിടിക്കപ്പെട്ടപ്പോഴും ന്യായീകരിക്കുന്നു. പക്ഷെ ആ ന്യായത്തിൽ പലതും ഉണ്ടെന്നുള്ളതാണ്, പലതിനെയും വിമർശിക്കുന്നുണ്ട്. അയാളുടെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും. കില്ലിംഗ് തൗസൻഡ്സ് ത്രൂ ബിസിനസ് ഈസ് കോൾഡ് സക്സസ്. ഈ കില്ലിംഗ് എന്ന് പറയുന്നത് നേർക്ക് നേരെയുള്ള ശാരീരിക ഉന്മൂലനമല്ല. ഒരു മനുഷ്യൻ കച്ചവടത്തിൽ വിജയം വരിക്കുന്നു, അയാൾ വിജയിയാണ്. ആ വിജയത്തിന്റെ പിന്നിൽ എന്തൊക്കെ ഉണ്ടാവും നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ കോളനിവൽക്കരണത്തിന്റെ ഒരു വലിയൊരു ദുരന്തം എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള എല്ലാ വിഭവങ്ങളും കടത്തിക്കൊണ്ടുപോവുക. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇവിടെയും. ഇപ്പോഴ് നേരിട്ടുള്ള അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ സംബന്ധിച്ച്, ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ടും കുറച്ചൊക്കെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ സംബന്ധിച്ചും സത്യമാണ്. പക്ഷേ ആഫ്രിക്കൻ രാജ്യങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അവർ തമ്മിൽ തല്ലൽ അവരുടെ ഒരു സ്വഭാവമായതുകൊണ്ടൊന്നല്ല. മനസ്സിലാക്കണം, അവരുടെ ഗോത്ര സംഘർഷങ്ങൾ, പല കോളനി വാഴ്ചകളും ശേഷിപ്പിച്ചു പോയിട്ടുള്ള സ്വഭാവമാണ് ഇപ്പോഴും നിലനിർത്താൻ വേണ്ടി യത്നിക്കുന്നതാണ്. ആലോചിക്കണം, എന്താ കാരണം എന്ന് വെച്ചാൽ സുഡാനില് എണ്ണ ഉണ്ടെന്ന് പറയും, എണ്ണയേക്കാളധികം സ്വർണ്ണമുണ്ട്. വെനിസ്വേലയിലേക്ക് അമേരിക്ക കടന്നു കയറി. അവിടെയുള്ള എണ്ണ അത്ര ഭയങ്കര എണ്ണയൊന്നുമല്ല, അത് സാന്ദ്രത വളരെ കൂടിയതും സംസ്കരിക്കാൻ വളരെ ചെലവേറിയതുമായിട്ടുള്ള ഒരു സാധനമാണ്. എന്നാലും എണ്ണ ഉണ്ട്. അവിടെയും അതിനേക്കാളധികം സ്വർണ്ണമുണ്ട്. അതാണ് പ്രശ്നം. എന്നിട്ട് പല ആരോപണങ്ങളും പറഞ്ഞിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയെ വേറൊരു രാജ്യം പിടിച്ചുകൊണ്ടു പട്ടാളത്തെ അയച്ചിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലടക്കുമ്പോൾ ലോകം നിസ്സംഗമായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ലോകമല്ല ലോകം നിസ്സംഗമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ? ഇതൊക്കെ കില്ലിംഗ് തന്നെയാണ്. ഇതൊക്കെ കില്ലിംഗ് എന്ന് പറയുന്നതിന്റെ വിശാലമായ ഡെഫിനിഷനിൽ പെടും എന്ന് നമ്മൾ കാണും. അപ്പൊ അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, സുഡാനിൽ മറ്റ് രാജ്യങ്ങളുടെ ജിയോ പൊളിറ്റിക്കൽ കച്ചവട താല്പര്യങ്ങൾ, അവിടെ സ്വർണ്ണമുണ്ട്, മാലിയിൽ സ്വർണ്ണമുണ്ട്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും അത്തരത്തിലുള്ള ഖനികളുണ്ട്. അവരെങ്ങനെയാ ജീവിക്കുന്നത്? മാലിയെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി പറയുന്ന അതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം കുഴിച്ചെടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് മാലി. പക്ഷെ മാലിയിലുള്ള ഒരൊറ്റ മാലിക്കാരിയെ, അങ്ങനെയാണല്ലോ സാധാരണ പറയാം, ഒരൊറ്റ മാലിക്കാരിയെ കാതിലൊരു പൊടി പൊന്നെങ്കിലും ധരിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. കാതിലൊരു പൊടി പൊന്നെങ്കിലും ധരിച്ചതായിട്ട് അവരെടുത്തില്ല. ഇത്രമേൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ. ഇത് കില്ലിംഗ് ആണ്. അങ്ങനെ ചെയ്യുന്നവര് സക്സസ്ഫുൾ ആയിട്ട് വിലയിരുത്തപ്പെടുന്നു. രാജ്യാന്തരത്തെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. ഒരുപാട് ആളുകളെ കൊന്നു കഴിഞ്ഞാൽ അവൻ വീരനായകനായി മാറും. അതേസമയം കില്ലിംഗ് വൺ പേഴ്സൺ ഈസ് എ ക്രൈം. അയാൾ ചോദിക്കുകയാണ്, ഒരാളെ കൊല്ലുമ്പോൾ പിന്നെ അതെങ്ങനെ ക്രൈം ആവുക എന്നുള്ളതാണ്. ഇതൊരു ചോദ്യമാണ്. ഒരാളെ കൊന്നാലും കൊലയാളി തന്നെയാണ്. പക്ഷെ ഈ ചോദ്യത്തിന് ഒരു വലിയൊരു മാനമുണ്ട് എന്നുള്ളത് കാണേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നിലനിൽക്കുന്നതെങ്കിൽ മാറ്റുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തം. മാറ്റുക. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഇങ്ങനൊക്കെ മതിയെന്ന് വിചാരിച്ചാൽ അങ്ങനൊക്കെ മതിയെന്ന് പടച്ചോനും വിചാരിക്കും. ദുനിയാവിൽ മാത്രമല്ലേ, ആഖിറത്തിലും. ഇങ്ങനൊക്കെ മതി, നമ്മളിങ്ങനൊക്കെ അങ്ങ് ജീവിച്ചോളാം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ, എന്നാൽ പിന്നെ ദുനിയാവും ആഖിറവും അങ്ങനെ മതിയെന്ന് അള്ളയും അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ? നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്.
വെർദൂവിയൻ ബിസിനസിനെയും ഷുഐബിയൻ എത്തിക്സിനെയും നമ്മൾ കമ്പയർ ചെയ്തതും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഭാഗത്ത് പ്രോഫിറ്റ് ഫസ്റ്റ്, മറുഭാഗത്ത് ജസ്റ്റിസ് ഫസ്റ്റ്, ഒരു ഭാഗത്ത് മാർക്കറ്റ് ഡിസൈഡ്സ് മൊറാലിറ്റി. നമ്മളൊക്കെ വിശദീകരിച്ചാണ്, ഓർമ്മിപ്പിക്കുക മാത്രമാണ്. മറുഭാഗത്താണെങ്കിൽ മൊറാലിറ്റി ഡിസൈഡ്സ് മാർക്കറ്റ്. ഒരു ഭാഗത്ത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ലാഭമാണ്, മറുഭാഗത്ത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ആണ്, അമാനത്താണ്. ഒരു ഭാഗത്ത് എത്തിക്സ് എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. അഥവാ എത്തിക്സ് മുറുകെ പിടിച്ചാൽ അല്ലതീ ഷുഐബൻ ഇന്നക്കും ഇതല്ല ഖാസിറൂൻ, ഷുഐബിനെ പിന്തുടർന്നാൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചു പോകും. മറുഭാഗത്ത് യഥാർത്ഥത്തിൽ ലോസ് എന്ന് പറയുന്ന ലുൽമാണ്, നിങ്ങൾക്ക് കച്ചവടം മാത്രമല്ല ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നാണ് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്ന് കാണേണ്ടതാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇതിവിടൊക്കെ സംഭവിക്കുന്നത് എന്താണ്? ഒരു സെപ്പറേഷൻ ഉണ്ടാകുന്നുണ്ട്. ആത്യന്തികമായി ജീവിതത്തെ ദീനിൽ നിന്ന് വേർപെടുത്തുക. നമ്മൾ ദീൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആധ്യാത്മികമായ വശങ്ങൾക്ക് അർഹിക്കുന്നതിലും അധികം പ്രാധാന്യം കൊടുക്കാറുണ്ട്. കൊടുത്തോളി, കുഴപ്പമൊന്നുമില്ല. അള്ളാഹുവുമായുള്ള ബന്ധം എത്രത്തോളം ദൃഢമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങളുടെ നിസ്കാരവും നോമ്പൊക്കെ നല്ലത് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതും ഓവറാവാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതും ഓവറാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവിടെ ഇരിക്കട്ടെ. പക്ഷെ ആ ഒരു സംഗതി വളരെ കണിശമായിട്ടും കൂടുതലായിട്ടും നിർവഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെ പാസീവാണ് ഇത്തരം കാര്യങ്ങൾ. ജീവിതത്തിലുള്ള എത്തിക്സ് അല്ലെങ്കിൽ മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി അപ്പൊ ജീവിതത്തെ ദീനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു. അതുപോലെ എത്തിക്സിനെയും എക്കണോമിക്സിനെയും വേർപെടുത്തുന്നു. ഇന്നത്തെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഒന്നും എത്തിക്സിനെ കുറിച്ചുള്ള പരാമർശമേ ഇല്ലല്ലോ. അതുപോലെ പ്രോഫിറ്റിനെയും ജസ്റ്റിസിനെയും വേർപെടുത്തുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പടച്ച തമ്പുരാൻ ഇന്നല്ലാഹ യഅ്മുറുക്കും ബിൽ അദ്ൽ വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ, പടച്ചവൻ നിങ്ങളോട് കർശനമായി കൽപ്പിക്കുന്നത് നീതിയെക്കുറിച്ചാണ്. നീതിയും ഇഹ്സാനും അതോടൊപ്പം തന്നെ ആളുകളുടെ ബാധ്യതകൾ നിറവേറ്റലുമാണ് പടച്ച തമ്പുരാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് പറയുന്നത്. ഇതിനെ മറന്നു പോകുന്നതാണ് അസ്ഹാബു മദിയന്റെ പ്രശ്നം. ഇതിനായിരുന്നു യഥാർത്ഥത്തിൽ ഖുറൈശികൾ. ഒരാളൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുമല്ലോ. പക്ഷെ അതേസമയം അത് മാത്രമല്ല പ്രശ്നം. കാരവാൻ ക്യാപിറ്റലിസത്തെ സംബന്ധിച്ച് പറഞ്ഞു, ഖുറൈശികളുടെ കാരവാൻ ക്യാപിറ്റലിസത്തെ സംബന്ധിച്ച് അന്ന് മക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദുബായിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ ട്രേഡിന്റെ ഹബ്ബാണ്. അത് ലോകം മൊത്തം നടക്കുന്ന വ്യാപാരങ്ങളുടെ ഒരു ഹബ്ബ്. അതങ്ങനെ ആയിട്ട് ആവട്ടെ, കുഴപ്പമൊന്നുമില്ല. മക്കൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ അവസ്ഥയെ പടച്ചൊല്ലി ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് എന്ന് പറയുമ്പോൾ അള്ളാഹ് അതിനെ കുറച്ചുകൂടി എൻലൈറ്റൻ ചെയ്യാണ്. അതിനെ കുറച്ചുകൂടി പവിത്രീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് അള്ളാഹിന്റെ അനുഗ്രഹമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് അങ്ങനെ ആവട്ടെ. ഇതുപോലുള്ള ഹബ്ബാണ് മക്ക എന്ന് പറഞ്ഞാൽ. ഒരുപാട് വ്യാപാര പാതകൾ വന്നു ചേരുന്ന ഇടം. എന്നാൽ അവരുടെ മതവും മറ്റുമൊക്കെ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ എത്തിക്സ് ഇതിനെ ട്രേഡിനെ നിർണ്ണയിക്കേണ്ടതിന് പകരം ട്രേഡ് എത്തിക്സിനെ നിർണ്ണയിക്കാൻ തുടങ്ങി. അതിന് സൗകര്യപ്രദമായ വിധത്തിലുള്ള ദൈവങ്ങൾ അവരുണ്ടാക്കുകയാണ്. ബഹുദൈവത്വം ഉണ്ടാകുന്നത് കേവലം ആരാധനാപരമായ കാരണങ്ങളാൽ മാത്രമല്ല, അങ്ങനെ ഉണ്ടാവാം. അതിനപ്പുറം അതിന് സാമൂഹിക കാരണങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവരുടെ ട്രേഡ് എങ്ങനെയും കൊണ്ടുപോകാം, അതിനാവശ്യമായിട്ടുള്ള തരം ദൈവങ്ങൾ ഉണ്ടാക്കി. കാബയിൽ എന്തിനാണ് ഒരുപാട് ദൈവങ്ങൾ? ഓരോ ദൈവവും ഓരോ ഗോത്രത്തിന്റെ പ്രതിനിധിയാണ്. ഇവരെല്ലാം അങ്ങോട്ട് വരണം. ഹജ്ജ് ചെയ്തിട്ട് പുണ്യം നേടാനല്ല, ആ ഹജ്ജിന് വരുന്ന വകയിൽ കച്ചവടം നടക്കും. ഹജ്ജുമായി ബന്ധപ്പെട്ട് കച്ചവടം, അതും അങ്ങനെയാണ് നടക്കുന്നത് എന്ന് കാണേണ്ടതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് കാബയിൽ ഇത്രയധികം വിഗ്രഹങ്ങൾ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥാപിച്ചിട്ടുള്ള ഇന്ന ഔവല ബൈത്തിൻ വുദിഅ ലിന്നാസ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്തൂപത്തിനകത്ത് ഇത്രമാത്രം വിഗ്രഹങ്ങൾ, അതിനു മാത്രമുള്ള സ്പേസ് പോലും ഇല്ല. 300 ചില്ലാനം ദൈവങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഓരോരുന്നും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ആളുകളൊക്കെ ഇങ്ങോട്ട് വരും. അവർക്കുള്ള വൈകാരികമായ അടുപ്പുണ്ടാവും ഇതിനോട്. ആ വൈകാരികമായ അടുപ്പത്തെ ട്രേഡിന് വേണ്ടി ചൂഷണം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ മക്കക്കാർ ചെയ്തിരുന്നത്. അത് കംപ്ലീറ്റ് മാറ്റിയിട്ട് അള്ളാന്റെ മാത്രം കഅബയാക്കി കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് വിഗ്രഹമൊന്നുമില്ലല്ലോ. അള്ളാഹ്ക്ക് വിഗ്രഹമൊന്നുമില്ല. ഇസ്ലാമിൽ വിഗ്രഹാരാധന ഉണ്ട് എന്നുള്ളതിന് ഉദാഹരണമായിട്ട് ചിലപ്പോൾ നാസ്തികർ പറയും ഈ ജംറ കല്ലെറിയുന്നത്. നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വളരെ കറക്റ്റാ. ഇസ്ലാമിൽ വിഗ്രഹമുണ്ട്, പക്ഷെ അള്ളാഹ്ക്കല്ല, ശൈത്താൻ. കാരണം ജംറയിലെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശൈത്താന്റെ വിഗ്രഹം. അപ്പം ഐഡോലേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഖുർആന്റെ കാഴ്ചപ്പാട് ഇന്ന് വളരെ ക്ലിയർ ആണ്. അതിരിക്കട്ടെ. എന്തായിരുന്നാലും ഇതിനങ്ങനെ ശൂന്യമാക്കി വിട്ടു കഴിഞ്ഞാൽ കച്ചവടം മുടങ്ങി പോകും. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മക്കക്കാരും മദീനക്കാരും തമ്മിലുള്ള വ്യത്യാസം തന്നെ അതാണ്.
മദീനക്കാർക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല. അതങ്ങനെ ഒരു ട്രേഡ് ഹബ്ബല്ല. അപ്പൊ പ്രഥമമായിട്ട് മക്കാരെ വഴിതെറ്റിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അൺഎത്തിക്കലായിട്ടുള്ള നിലപാടുകളാണ്, അധാർമികമായ കാഴ്ചപ്പാടുകളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ മദിയൻകാരുടെ അതേ ആശങ്ക തന്നെ വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നീ പറയുന്നത് അനുസരിച്ച് നടന്നിരുന്നെങ്കിൽ, ഷുഐബ് നബി അലൈഹി സ്വലാമയോടല്ല പറയുന്നത്, പ്രവാചകനോട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കാര് പറയണം, നീ പറയുന്ന അനുസരിച്ചെങ്ങാനും നടന്നിരുന്നെങ്കിൽ നിന്റെ കൂടെ അൽ ഹുദ, ഈ മാർഗം സന്മാർഗം പിൻപറ്റി നടന്നിരുന്നെങ്കിൽ, അത് തിരിച്ചറിഞ്ഞവരുണ്ടായിരുന്നു പലരും, അത് സന്മാർഗമാണെന്ന് തിരിച്ചറിഞ്ഞവരുണ്ടായിരുന്നു. അപ്പൊ അവരാണ് പറയുന്നത്, നീ പറയുന്നത് പോലെ നിന്റെ കൂടെ സന്മാർഗം പിൻപറ്റി നടത്തിയിരുന്നെങ്കിൽ നുതഖത്തഫ് മിൻ അർദിന, ഞങ്ങളുടെ മണ്ണിൽ നിന്ന് ഞങ്ങളങ്ങ് പിഴുതു മാറ്റപ്പെട്ടു പോലെ, നഷ്ടം സംഭവിച്ചു പോലെ. അപ്പൊ സത്യത്തിൽ ഇത് ആരുടെ മണ്ണാണ്? പ്രവാചകൻ ഉന്നയിക്കുന്ന ചോദ്യം അതാണ്, ആരുടെ മണ്ണാണ്? അപ്പൊ വളരെ കൃത്യമാണ്, മധ്യമമാണ് നിലപാട്. അതുകൊണ്ട് സ്വകാര്യമായിട്ട് സ്വത്ത് സമ്പാദിക്കാം, പക്ഷെ അങ്ങനെ സമ്പാദിക്കും, സ്വകാര്യമായിട്ട് പറഞ്ഞാൽ ആരും അറിയാണ്ടെന്നല്ല, പ്രൈവറ്റ് എന്ന അർത്ഥത്തിൽ. അപ്പൊ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആകാം, പക്ഷെ അപ്പോഴും ഈ പ്രോപ്പർട്ടിയുടെ ആത്യന്തിക ഉടമസ്ഥൻ പടച്ചോനാണ്. പടച്ചോൻ മനുഷ്യരെ ഏൽപ്പിച്ചതാണ്, അതിന്റെ കൈകാര്യ കർത്തൃത്വമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. മനുഷ്യർ മുഴുവൻ അള്ളാന്റെ ഖലീഫയാണ്, പക്ഷെ ഓരോ രംഗത്തും നമ്മൾ മനുഷ്യരുടെ ഖലീഫയാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമുക്ക് അവരോടുള്ള ബാധ്യത, സമ്പന്നന് മറ്റുള്ളവരോടുള്ള ബാധ്യത, സ്ഥാനത്തിരിക്കുന്നവർക്ക് അവരുടെ കീഴിലുള്ളവരോടുള്ള ബാധ്യത, ഇതൊക്കെ വളരെ വലുതാണെന്ന് മനസ്സിലാക്കണം. ആ ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനാണല്ലോ പടച്ചതമ്പുരാൻ പറയുന്നത്. അള്ളാഹു ചോദിക്കുന്നതാണ്, അവലം നുമക്കില്ലഹും ഹറമൻ ആമിന, അവർക്ക് നല്ലൊരു ഹറമ് കൊടുത്തിട്ടില്ലേ ഞാൻ? യുജ്ബായിലേഹി സമറാത്തു കുല്ലി ഷൈ, അവിടെ എല്ലാ വിഭവങ്ങളും ഇങ്ങനെ ഒഴുകിയെത്തുന്നുണ്ടല്ലോ. പറഞ്ഞല്ലോ ഒരു ട്രേഡ് ഹബ്ബാണെന്ന് പറഞ്ഞല്ലോ, എല്ലാം ഒഴുകിയെത്തുന്നുണ്ടല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ മനുഷ്യരോടുള്ള ബന്ധം സ്ഥാപിക്കുന്നു, അതിലൂടെ ഉള്ള ഒരു എത്തിക്സ്, മാനുഷികമായ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു എത്തിക്സ്, ആ എത്തിക്സിന്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കപ്പെടുന്ന കച്ചവടം, ആ കച്ചവടം അള്ളാഹുവിലേക്ക് എത്തുന്നു, അവനിൽ നിന്നുള്ള പുണ്യം നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. ഈ രൂപത്തിലാണ് ഇസ്ലാം അതിന്റെ ധാർമ്മികതയെ മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഇതിനെ വഴിതെറ്റിയിട്ടുള്ള ആധുനിക കാലത്ത് എങ്ങനെയാണ് മദിയന്റെ മാർക്കറ്റ് കറപ്ഷൻ പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു വെച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് അതിലേക്കുള്ള ചില വെളിച്ചങ്ങൾ നമുക്ക് പിന്നീട് വീശാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.